സ്ത്രീകൾക്കായുള്ള പരിപാടി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് ഒരു അഭിമുഖ സംഭാഷണം കേൾക്കാം. ആയുർവേദ വിദഗ്ധയും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ തസ്നീം നിസാറുമായി നിഷമോൾ പി മോഹനൻ സംസാരിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം. സ്ത്രീകളുടെ സാമൂഹിക തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ലോക വനിതാ ദിനം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. ഈ വനിതാ ദിനത്തിൽ അങ്കണത്തിൽ നമ്മോട് സംസാരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ തസ്നീം നിസാർ, ഹിപ്നോതെറാപ്പിസ്റ്റും ആയുർവേദ ഡോക്ടറുമാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിലാണ് ഈ ലോക വനിതാ ദിനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് മാനസിക ആരോഗ്യം? ആരോഗ്യം എന്ന് പറയുന്ന വലിയൊരു ആശയത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന ഒരു സബ് ടോപ്പിക് ആയിട്ട് മാത്രമാണോ മാനസികാരോഗ്യത്തെ കരുതേണ്ടത്? അല്ല. WHO ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ ദ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നാണ്. അതായത് ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം, ഒപ്പം സാമൂഹികമായ ആരോഗ്യം. ആരോഗ്യം എന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ല, ആരോഗ്യപരമായിട്ടൊരവസ്ഥ എന്നുള്ളതാണ് അവർ വളരെ സ്പഷ്ടമായിട്ട് WHO ഡെഫിനിഷൻ തന്നെ. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു സബ് കാറ്റഗറിയോ ശരീരത്തിനേക്കാളും പ്രാധാന്യം കുറഞ്ഞ ഒന്നോ തീർച്ചയായിട്ടും അല്ല. ഒരു വ്യക്തി ആരോഗ്യവാനാണ് എന്ന് പറയണമെങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് മാനസിക ആരോഗ്യം കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന, അതായത് മിസ്സായി പോകുന്ന ആൾക്കാരെ അത് വളരെ നിസ്സാരമായി കണ്ട് തള്ളുന്ന ഒരു പ്രവണതയാണ് മാനസികാരോഗ്യം. നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ചില രോഗങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ആ വ്യക്തി മാത്രമാണ് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ചുറ്റുമുള്ള ആൾക്കാരിലും അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങും. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് മാനസികാരോഗ്യത്തിന് വരുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലും കൂടിയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യവും അവരുടെ നന്മയും ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ എൻ്റെ മാനസികാരോഗ്യം കൊണ്ട് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ എൻ്റെ മാനസിക അനാരോഗ്യം കൊണ്ട് ഞാൻ മാത്രമല്ല കഷ്ടപ്പെടുന്നത്, ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും അത് കാരണം സഫർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ആരോഗ്യമുള്ള ശരീരമാണ് ആരോഗ്യമുള്ള മനസ്സിന്റെ അടിസ്ഥാനമെന്നും തിരിച്ചും ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരത്തിന്റെ അടിസ്ഥാനമെന്നും. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്? ഇതെങ്ങനെയാണ് ശാരീരിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇവ തമ്മിലുള്ള ഒരു ശാസ്ത്രീയ അടിത്തറ എന്താണ്? ഒന്ന് വിശദമാക്കാമോ? ശരി. അപ്പം ആദ്യം പറഞ്ഞ മനസ്സും ശരീരവും അങ്ങോട്ടും ഇങ്ങോട്ടും, രണ്ടിൻ്റെയും ആരോഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന നിലയിലും എനിക്ക് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം പറയാം. ഇത് ശരീരത്തിൽ കുടികൊള്ളുന്ന മനസ്സ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ശരീരം, രണ്ട് രീതിയിൽ നമുക്കതിനെ വർണ്ണിക്കാം. അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരത്തിൽ അല്ല ആ വ്യക്തി ജീവിക്കുന്നത് എങ്കിൽ കഴിക്കുന്ന ആഹാരം, ചെയ്യുന്ന വിഹാരങ്ങൾ എല്ലാം തന്നെ അവരുടെ ശരീരത്തിലോട്ടുള്ള ഓരോ ഫംഗ്ഷനിങ്ങിലോട്ടും ഓരോ സ്ട്രക്ചറിലോട്ടും അതിൻ്റെ അനാറ്റമി, ഫിസിയോളജി രണ്ട് രീതിയിലും അതിൻ്റെ റിസൾട്ട് കാണിക്കും, അനാരോഗ്യപരമായ റിസൾട്ട് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരവും അതിൽ നിന്നുള്ള ബാക്കി നമ്മൾ ചെയ്യുന്ന ശീലങ്ങളുടെയും ഒരു റിസൾട്ട് തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യത്തിലേക്ക് വേണ്ട ഹോർമോൺസ്, എൻസൈംസ് എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ ഈ ശരീരത്തിൽ നിന്നാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം മനസ്സിന് വേണ്ടി ആവശ്യമല്ലേ? അതേസമയം നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം നമ്മളെ കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലർ നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, ജങ്ക് ഫുഡ് കഴിക്കും. ആ കഴിക്കുന്നതിൽ തന്നെ ആയുർവേദം വളരെ കൃത്യമായി പറയുന്നുണ്ട്, നമ്മൾ മാനസികമായി സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആരോഗ്യപരമായ ആഹാരം പോലും ദഹിക്കില്ല. സോ അവിടെ ദഹന വ്യവസ്ഥ ആകെ ബുദ്ധിമുട്ടിലാവും. അതിൽ നിന്ന് വരുന്ന ഓരോ പ്രോഡക്റ്റും ആരോഗ്യമുള്ളതല്ല, അൺഹെൽത്തിയാണ്. ദഹന വ്യവസ്ഥ ബുദ്ധിമുട്ടിലാകുമ്പോൾ ആദ്യം മുഖത്ത് കാണാൻ പറ്റും. നമ്മളുടെ ദഹനം ഒരു ദിവസം ശരിയല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ഇമോഷണലി നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ദേഷ്യം വരും, ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരീരം കേടായിട്ടിരുന്ന മാനസിക നില അന്നത്തെ തകരാറിലാണ്. മാനസിക നില തകരാറായിട്ടിരിക്കുമ്പോൾ നമ്മൾ ശരീരത്തിന് വേണ്ടി എടുക്കുന്ന ഓരോ ഡിസിഷൻസ്, ഓരോ തീരുമാനങ്ങളും അനാരോഗ്യപരമായിരിക്കും. ചില സിറ്റുവേഷനിൽ മനസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാം. പക്ഷേ ഒരു ടോട്ടലിൽ നോക്കുമ്പം രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്.
ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും പൊതുവെ മാനസികാരോഗ്യത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് ഡോക്ടർ തന്നെ പറയുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ മാനസികാരോഗ്യം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ മാനസികാരോഗ്യം എന്ന് പറയുമ്പം ആദ്യം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ റിലേറ്റ് ചെയ്യുന്ന കാര്യം നമുക്ക് വരുന്ന ഇമോഷൻസ് ആണ്, വികാരങ്ങളാണ്. അപ്പോൾ ദേഷ്യം, സങ്കടം, സ്നേഹം, സന്തോഷം, അത്ഭുതം, പേടി, ഇതെല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള ഓരോ വികാരങ്ങളാണ്. ഇതിന് ആ വികാരങ്ങൾ നോർമൽ അല്ലാതെ അബ്നോർമൽ, അതായത് ആരോഗ്യപരമായ ദേഷ്യം, ആരോഗ്യപരമായ സങ്കടം എല്ലാം ഉണ്ട്. അല്ലാതെ സന്തോഷം മാത്രമല്ല ആരോഗ്യത്തിന് അടിസ്ഥാനം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ദിവസത്തെ ഓരോ ഇവന്റിനും ഓരോരോ സ്റ്റെപ്പിലും ഈ പറയുന്ന വികാരങ്ങളെ നമുക്ക് ഒരു ലൈൻ എവിടെയാണ് വരയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടാ, ഇന്നതിനപ്പുറത്തോട്ട് നമുക്കൊരു ലാബ് വാല്യൂ ഇല്ല. അപ്പോൾ അതിന് രണ്ട് രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഒന്നെങ്കിൽ നമ്മളുടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് കാരണം നമ്മൾ വിഷമിച്ചു അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു, അതിന് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞിട്ടും അത് നിലനിൽക്കുന്നു, ഡ്യൂറേഷൻ കൂടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ നടന്ന സംഭവവും നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ഇമോഷനും തമ്മിൽ ഒരു പ്രപ്പോർഷൻ ഇല്ലായ്മ. ഇത് ചെറിയൊരു കാര്യമായിരിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി, ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് ഔട്ടായി, ഭയങ്കരമായിട്ട് വിഷമായി, അതും ഒരു ഇംബാലൻസ് ആണ്. ഈ രണ്ട് ഘടകങ്ങൾ എടുത്തിട്ടാണ് മിക്കപ്പോഴും നമ്മൾ എന്തോ ഒരു മാനസികമായ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതിനെയൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യും, നമ്മളതിനെ അടിച്ചമർത്തും. കാരണം നമ്മുടെ സമൂഹത്തിൽ മാനസികമായ ആരോഗ്യ പ്രശ്നം എന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനൊന്നിൽ കളിയാക്കും, എന്തോ മോശമായ ഒന്നാണ്, അതെ ഭ്രാന്താണ്, വട്ടാണ്. പിന്നെ ആ വ്യക്തി എത്ര തന്നെ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ശരി, അതെന്തോ വട്ടായിട്ട് പറയുന്നതാണ്, ഭ്രാന്തായിട്ട് പറയുന്നതാണ്. ഈ പറഞ്ഞ ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു 100 എടുക്കുകയാണെങ്കിൽ അതൊരു 10% കേസസിൽ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ 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 വ്യതിചലനങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കാതെ ഇപ്പം എനിക്ക് മഴ നനഞ്ഞ് ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ തുമ്മലും അതിൻ്റെ കൂടെയുള്ള ചുമയും ഒക്കെ വരുന്നു, എനിക്കൊരു തൊണ്ടവേദന വന്നു. ഇപ്പോൾ ചിലരെന്ത് ചെയ്യും, മഴ നനഞ്ഞു കഴിഞ്ഞ് തുമ്മലിൻ്റെ തുടക്കം മുതലേ പോയിട്ട് മരുന്നെടുക്കും. ഇനി അതല്ല, ഒരു ജലദോഷം വന്നു എന്ന് തിരിച്ചു കഴിഞ്ഞാൽ പോയിട്ട് മരുന്നെടുക്കുക. അതിനുള്ളൊരു സ്വാതന്ത്ര്യവും സ്പേസും നമ്മളുടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, കണ്ട ചേട്ടാ എനിക്ക് ഒരു ജലദോഷമുണ്ട്, ഒരു മരുന്ന് തന്നെ, അത് പ്രശ്നമില്ല. പക്ഷേ അതേസമയം എനിക്കൊരു ദേഷ്യത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വഴക്ക് പറയും. ചില കേസിൽ നെഗ്ലക്റ്റ് ചെയ്യപ്പെടും, അവഗണിക്കപ്പെടും, ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതാണ്. ഡിപ്രഷനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്, ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വെച്ചാൽ സൗകര്യം കൂടി പോയതിൻ്റെയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ്. ഇതും അവരെ നേരിടുന്ന മാനസികമായ അസ്വസ്ഥതയുമായിട്ടല്ല ബന്ധപ്പെട്ടിരിക്കുന്നതെന്നുള്ളത് അറിയുന്നില്ല. ഇപ്പോഴും എസ്പെഷ്യലി ചെറിയ കുട്ടികളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരാൻ മാതാപിതാക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്കപ്പോഴും ടീച്ചേഴ്സാണ് കൊണ്ടുവരുന്നത്. ഡോക്ടർ പറഞ്ഞു വന്നതിനോട് ചേരുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും വളരെ സ്ട്രെസ്സോ സ്ട്രെയിനോ അത് കുടുംബത്തിൽ നിന്നാകാം, പഠന കാര്യങ്ങളിലാകാം, അങ്ങനെ നേരിടുന്ന അധ്യാപകർക്ക് പരിഹരിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പേരൻസിനെയൊക്കെ വിളിച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരു കൗൺസിലറെ കാണൂ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കാറുണ്ട്. ആ കുട്ടിയുടെ ഒരു മാനസികാരോഗ്യം നിലനിർത്തുക, അവൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊരു തേർഡ് പേഴ്സൺ ചോദിച്ചറിയുക എന്നുള്ള ഒരു മാനദണ്ഡത്തിലല്ല അതിനെ കാണുന്നത്. അയ്യോ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് പുറത്താരെങ്കിലും അറിയോ, അവൻ എന്താണ് പ്രശ്നം എന്നുള്ള വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്നത് കാണാറുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് വളരെ രസകരമായിട്ടൊരു കാര്യമാണ്. അതായത് ഒരു മാതാപിതാക്കൾ അപ്പോൾ കുട്ടി ജനിക്കുന്നതിന് മുന്നേ വരെ അവരൊരു കപ്പിളാണ്. ഓക്കെ, അപ്പം അവരുടെ ഇടയിലുള്ള സ്വരച്ചേർച്ച അല്ലെങ്കിൽ അതൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ബന്ധം അല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും മുതിർന്നവരായതുകൊണ്ട് അവരത് ആരെയും അറിയിക്കാതെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കപ്പിൾസ് തമ്മിൽ ആകെ ബുദ്ധിമുട്ടാണ്, ഡിവോഴ്സ് ആവും എന്ന് പറയുമ്പം കാരണവന്മാർ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്, ഒരു കുഞ്ഞായി കഴിയുമ്പോൾ ശരിയാവും. ഒരിക്കലും അല്ല. കുഞ്ഞായി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 വർഷത്തേക്ക് അതൊരു ഡിസ്ട്രാക്ഷനാണ്. കുഞ്ഞിൻ്റെ പിന്നാലെ പോകുമ്പോഴത്തേക്കും ഇവർക്ക് തമ്മിൽ ഒരു സ്പേസ് ഇല്ല. ഈ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ എന്തു പറ്റും, ആ മാതാപിതാക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ കുട്ടി പുറത്തേക്ക് വളരെയധികം മാഗ്നിഫൈ ചെയ്യുക ചെയ്തത്. അതായത് ഓൾറെഡി അവിടെ ഉള്ളതിനെ ഒരു കണ്ണാടി പോലെ ആ കുഞ്ഞ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ആ കുഞ്ഞുണ്ടായതിനു ശേഷമല്ല പ്രശ്നം. ഞാൻ എപ്പോഴും ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു പ്രോബ്ലം ചൈൽഡ്, അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് ഒരുപാട് ഉറങ്ങുന്നൊരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നില്ലാത്തൊരു കുട്ടിയായിരിക്കും, മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്ന കുട്ടിയായിരിക്കും, എന്താണെങ്കിലും എനിക്ക് ദേഷ്യപ്പെടുന്നതോ മറ്റുള്ളവർ ബുള്ളി ചെയ്യുന്ന കുട്ടിയായിരിക്കും, തർക്കുത്തരം പറയുന്ന കുട്ടിയായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടി എന്തോ പറയാൻ ശ്രമിക്കുന്നു. ആ പറയാൻ ശ്രമിക്കുന്നത് ആ കുട്ടി വരുന്ന ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ്, ആ ഫാമിലിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആ പേരൻസിൻ്റെ അടുത്ത് തന്നെ, അതായത് ഇതിന് കാരണമായ പേരൻസിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് കുട്ടിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പം പേരൻസ് അത് ആരോഗ്യപരമായ രീതിയിൽ കേൾക്കാൻ
ചാൻസ് വളരെ കുറവാണ്. കാരണം അവരവിടെ അത് അവരുടെ ഒരു കുറവായിട്ട് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അഡൾട്ട്സിനെ സംബന്ധിച്ച് അത് ഈഗോനെ ഹേർട്ട് ചെയ്യും. അപ്പോൾ പേരൻസ് അംഗീകരിക്കില്ല, കുട്ടിയെ കൂടുതൽ നിശബ്ദരാക്കും, പണിഷ് ചെയ്തിട്ട് നിശബ്ദരാക്കും, കുട്ടികൾ ജസ്റ്റ് സൈലൻ്റ് ആവും. പിന്നെ ചിലർ അധികമായി ഫോക്കസ് ചെയ്യും പഠനത്തിൽ, ചിലർ പഠനത്തിൽ വളരെയധികം ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ കുട്ടി എന്തിൻ്റെയൊക്കെയോ ഒരു സാഹചര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനോട് പ്രതികരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. പ്രശ്നം വീട്ടിൽ തന്നെയാണ്. ഇന്നേ വരെ ഞാനൊരു കുഞ്ഞിനോട് സംസാരിച്ചിട്ട് ആ കുഞ്ഞിനൊരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും മാതാപിതാക്കൾക്കിടയിലാണ് പ്രശ്നം. മാതാപിതാക്കൾ അത് കണ്ട് ഫാമിലി കൗൺസിലിങ്ങിന് വരാൻ സാധ്യത ഒട്ടും കാണിക്കാത്ത സമയത്ത് ആ കുട്ടിക്ക് ആ സിറ്റുവേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകാം, പറ്റുന്ന പോലൊക്കെ ആരോഗ്യപരമായി എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ അവിടെ ഒരു സൊല്യൂഷൻ അവിടെ മാത്രമേ ഉള്ളൂ. പൊതുവെ പുരുഷന്മാരുമായി താരതമ്യം ചെയ്ത് പറയാറുണ്ട് സ്ത്രീകൾ വളരെ ചഞ്ചല ഹൃദയരാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കാറ്. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സ്ത്രീകൾക്കായിട്ടുണ്ട്. എങ്കിൽ പോലും എന്തെങ്കിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാനസിക ആരോഗ്യത്തിൽ അല്ലെങ്കിൽ ആ മാനസിക ആരോഗ്യത്തിന് പരിഹാരങ്ങൾ തേടി എത്തുന്നവരിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണാൻ സാധിക്കുന്നത്? എൻ്റെ അടുത്ത് കൂടുതലും തെറാപ്പിക്ക് വരുന്നത് സ്ത്രീകളാണ്. അത് ഞാൻ സ്ത്രീ ആയതുകൊണ്ടല്ല, ഇതുപോലെ മാനസികാരോഗ്യം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും വളരെ റെഡിയായിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് സ്ത്രീകളാണ്. അതിന് രണ്ട് കൂടുതൽ കാരണങ്ങളുണ്ട്. പ്രധാനമായ രണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ സമൂഹത്തിൽ പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികളെ വളർത്തുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുതിലേ മുതലേ അവർ കരയുന്ന കുട്ടികൾ ജനിക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ്. അവർക്ക് അവർ ആണാണോ പെണ്ണാണോ, കരയണോ നിലവിളിക്കണോ ഇതൊന്നും അറിയില്ല. പക്ഷെ ഒരു ആൺകുഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞ് സെൻസിറ്റീവ് ആണെന്ന് കണ്ടാൽ, കരഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇതെന്താ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള എക്സ്പ്രഷനെ അവിടെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ വളർന്നു വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വികാരങ്ങളെ ഹെൽത്തി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള വിൻഡോ അവിടെ അടച്ചു. ആ ജനൽ അടച്ചു കഴിഞ്ഞാൽ അവരെന്താണ് മനസ്സിലാക്കുന്നത്? ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ, ഒന്നും പുറത്തു പറയാതെ, ഏതിൻ്റെയും പരിഹാരം ദേഷ്യം അല്ലെങ്കിൽ വലിച്ചെറിയൽ, അടിക്കൽ, തല്ലൽ, വയലൻസ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇതൊക്കെയാണ് അവരുടെ വഴി. അതായത് അവർക്ക് വരുന്ന അനാരോഗ്യപരമായ മാനസികാവസ്ഥയെ ചാനലൈസ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു വഴി അത് മാത്രമായി മാറുകയും, ഇതുപോലൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക എന്ന് പറയുന്നത് സാമൂഹികപരമായിട്ട് അവരെ ഭയങ്കര നാണക്കേടും അവരെ വലിയൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് മാനസികാരോഗ്യത്തിൽ അല്ലെങ്കിൽ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ടല്ല, അവർക്ക് അതിനെ ചെന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ബാരിയർ അല്ലെങ്കിൽ ആ മതിൽക്കെട്ട് അത്രയും ഉയരത്തിലും വീതിയിലും ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, സ്ത്രീകൾ ചഞ്ചലഹൃദയരാന്ന് പറയുമ്പോൾ, ബീയിങ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല, അതൊരു കുറവല്ല. സെൻസിറ്റീവ് ആകുക എന്ന് പറയുന്നത് ഒരുപാട് ധൈര്യം വേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു കാര്യം, ഇപ്പം ഒരാൾ നമ്മളെ അടുത്തൊരു കാര്യം പറയാൻ വരുമ്പോൾ അത് കേട്ട് മിണ്ടാതിരിക്കുന്നതിനോട് അതിൻ്റെ ഒപ്പം ഇരിക്കുക, ആ വിഷമത്തിനെ വിഷമമായിട്ട് ഇരുന്ന് അനുഭവിക്കുക, ചിലപ്പോൾ കരയും, അതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ധൈര്യം വേണം. ആ ധൈര്യം സ്ത്രീകളിൽ കൂടുതലായി കാണാൻ, ഒന്ന്, ഒരു നാച്ചുറലി പ്രകൃതിയോട് അവർക്ക് റെസിലിയൻസ് അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ട്രെസ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്ത്രീകൾക്ക് കൂടുതലുണ്ട്. മാനസികപരമായിട്ട് അവർക്ക് കപ്പാസിറ്റി പുരുഷന്മാരെക്കാളും ഇമോഷൻസിൻ്റെ കാര്യം വരുമ്പം ഒരുപാട് കൂടുതലാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം അവിടെ ആ ബുദ്ധിമുട്ടിനെ എപ്പോഴും ഒരു പൊതുവായ ഒരു ചർച്ചയുണ്ടല്ലോ, ഒരു വീട്ടിൻ്റെ ബാലൻസ് സ്ത്രീകളുടെ കയ്യിലാണെന്ന്. അതങ്ങനെ അല്ലെങ്കിൽ പോലും അപ്പോൾ അവരത് അവരുടെ ഒരു ഉത്തരവാദിത്തമായി കണ്ട്, എൻ്റെ വീടിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ വിചാരിച്ചാൽ ശരിയാവും എന്ന് കണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ ധൈര്യപരമായിട്ട് മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണ് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് വേദികളിൽ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഏത് വിഭാഗക്കാരായ ആളുകളിൽ, സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് കണ്ടിട്ടുള്ളത്? എന്തൊക്കെയാണ് പൊതുവായ അവരിലെ പ്രശ്നങ്ങളായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കുട്ടികൾ അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള ടീനേജിലുള്ള കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് അഡൾട്ട് ലൈഫിൽ, അതായത് 18-20 വയസ്സ് മുതൽ അഡൾട്ട് ലൈഫിലുള്ള ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ, ഒരു 27-28 വയസ്സിന് ശേഷമാണ് മിക്കപ്പോഴും സ്ത്രീകൾ വരാറ്. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, തലച്ചോറിൻ്റെ പൂർണ്ണമായ ഡെവലപ്മെൻറ്റ് പൂർത്തീകരിക്കുന്നത് 28 വയസ്സ് കഴിയും, 28-30 വയസ്സിനിടയിലാണ്. അപ്പം ലാസ്റ്റാണ് നമ്മളുടെ അനാലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ കാര്യങ്ങളെ വേർതിരിച്ച് കാണാനും മറ്റ് ചില ആംഗിളുകൾ കാണാനുള്ളൊരു കഴിവ്, ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ലാസ്റ്റാണ് പൂർത്തിയാവുക. അതിന് മുന്നേ ഉണ്ട്, പക്ഷെ പൂർത്തിയാവുക. അപ്പോൾ അത്രയും നാൾ കാണാതെയും കേൾക്കാതെയും പലതും തിരിഞ്ഞു നോക്കാതെയും പ്രോസസ്സ് ചെയ്യാതെയും ഇരുന്നിരുന്ന കാര്യങ്ങൾ അന്നേരം വളരെയധികം തെളിച്ചത്തോടു കൂടി വരാൻ തുടങ്ങും. അത് ബയോളജിക്കലി ഉള്ളൊരു റീസൺ. ഇനി നമ്മൾ സമൂഹത്തിൽ കാണുന്നൊരു പ്രവണത എന്താണ്?
ആദ്യം ഏതൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ UG കഴിഞ്ഞ ഉടനെ കല്യാണം കഴിപ്പിക്കും, അല്ലെങ്കിൽ PG കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ BEd കഴിഞ്ഞ ഉടനെ. ആദ്യം പേരൻസിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ആ ട്രാൻസിഷൻ ഫേസിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൈമാറുന്ന പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കാണ് ഓണർഷിപ്പ് പോകുന്നത്. തണലാണോ അല്ലേ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. നമ്മളുടെ വീട്ടിലോട്ട് അറിയാത്ത ആൾക്കാർ ഇടിച്ചു കയറി വരില്ല. അതുപോലെയല്ല നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഒട്ടനവധി ആൾക്കാർ നമ്മളുടെ സാഹചര്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ചെല്ലുവാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. പുരുഷന്മാർ പറയും സ്ത്രീകൾക്ക് അത് അറിയില്ല ഇതറിയില്ല എന്ന് പറയുന്നതിന് കാരണം അവർ ഡയറക്റ്റ്ലി വളരെ നാച്ചുറലി ആ സ്കില്ലിലോട്ട് അവർ ട്രെയിൻഡ് ആവുന്നുണ്ട്. സ്ത്രീകൾക്ക് ആ എക്സ്പോജർ ഇല്ല. അതിന് പകരം ഇടയ്ക്കൊരു വിദ്യാഭ്യാസം കഴിഞ്ഞു അവനവൻ്റെ ഒരു വരുമാനത്തിലൂടെ ജീവിച്ച് കഴിയുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് വരുന്നൊരു കോൺഫിഡൻസ് മാത്രമല്ല, അവനവനെക്കുറിച്ചൊരു ധാരണയുണ്ട്. എനിക്ക് എന്നെക്കൊണ്ട് ഇത്ര പറ്റും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്, ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല. ഇങ്ങനൊരു ലേണിംഗ് പ്രോസസ്സ് അവനവനെക്കുറിച്ച് നടത്താനായിട്ട് നമ്മളെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ട്. പക്ഷേ പൊതുവായിട്ട് അത് ഒത്തിരി കുറവാണ്, ഒരുപാട് കുറവാണ്. അപ്പോൾ ഒരു 27-28 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞു, കുട്ടികളായിട്ടുണ്ടാവും. അപ്പം ഒരു കരിയറിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. ചിലർ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പോയിട്ടുണ്ടാവും, ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലർ ജോലിക്കേ ചേർന്നിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഒരു 5, 6, 7 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ ഈ 28 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ആ പ്രായത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാണ്, ഡോക്ടറെ ഞാൻ തിരിഞ്ഞൊരു 7-8 വർഷം നോക്കുമ്പോൾ എനിക്ക് അവിടെ എന്നെ കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഭാര്യയുണ്ട്, ഒരു മകളുണ്ട്, ഒരു അമ്മയുണ്ട്, പക്ഷെ ഞാനില്ല. എനിക്ക് അവിടെ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ഞാൻ ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എൻ്റേതായിട്ടൊരു വോയിസ് അവിടെ ഇല്ല. അപ്പം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിൽക്കുമ്പോഴല്ല, ഇതൊരു ഡെയിലി ബേസിസ് എല്ലാ ദിവസവും കുറച്ചായിട്ട് വരുമ്പം നമ്മളുടെ മനസ്സ് എന്താ വിചാരിക്കുക, അപ്പം എനിക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. സെൽഫ് വർത്ത് എന്നൊരു കാര്യമുണ്ട്. ഞാൻ എന്നെ കാണുന്ന രീതി മാറും. എനിക്കിവിടെ യാതൊരു പ്രാധാന്യമില്ല, എനിക്കൊരു വിലയില്ല, ഞാനിവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. നമ്മുടെ അമ്മമാരൊക്കെ ഈ പ്രായത്തിലത് പറയാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഡീപ്പായിട്ടുള്ള തോട്ട് വന്നു കഴിയുമ്പം അത് പതിയെ വിഷാദ രോഗത്തിലോട്ട്, ഡിപ്രഷനിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോട്ട് പോകും. നാളെ എൻ്റെ എന്താവും, ഇനി പേരൻസ് അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഫാമിലി പറയാണ് ഓക്കെ ജോലിക്ക് ചേർന്നോളൂ എന്ന് പറയുമ്പം അവിടെ ആങ്സൈറ്റി സ്റ്റാർട്ട് ചെയ്യും. കാരണം വലിയൊരു ബ്രേക്ക്. അപ്പോഴത്തേക്കും അവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ പഠിച്ചിരുന്ന ആൾക്കാർ കോമ്പറ്റേറ്റീവ്ലി ഒരുപാട് മുമ്പിലെത്തിയിട്ടുണ്ടാവും. ഇന്നറിയാലോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എല്ലാം നല്ല കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പം കണ്ടിന്യൂസ്ലി യു ആർ ഫീലിംഗ് ലെസ്, ഞാൻ കുറവാണെന്നുള്ളത്. അപ്പോൾ വീണ്ടും അവനവനുള്ളിലേക്ക് ചുരുങ്ങി ഇല്ലാണ്ടാവുന്നു. മാനസിക പ്രശ്നം വീണ്ടും കൂടുന്നു. വീട്ടിൽ സ്വരച്ചേർച്ചയും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു അതിപ്രസരമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഡിപ്രഷൻ തുടങ്ങിയ ടേംസ് ഇത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം അതിനെ വ്യത്യസ്ത രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഡോക്ടേഴ്സിന്റെ ക്ലാസ്സുകളും ലേഖനങ്ങളും ഒക്കെ നമുക്ക് വായിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് കൊച്ചുകുട്ടികൾ പോലും ഡിപ്രഷൻ, ട്രോമ തുടങ്ങിയ വാക്കുകൾ ഇങ്ങനെ വളരെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുന്നതൊക്കെ കാണാം. പലപ്പോഴും എന്താണ് ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താണ് വിഷാദ രോഗം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ബൗണ്ടറി ഇല്ലാതെ അല്ലെങ്കിൽ അത് കാണാൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങളിൽ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഇതിന് മുന്നേ വേറൊരു ഡോക്ടറെ കണ്ടിട്ടില്ല, ഡയറക്റ്റ്ലി നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ എനിക്ക് സ്റ്റേജ് 2 പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടെന്ന് ആരും പറയില്ല. അങ്ങനെ ഒരു വേർതിരിച്ചിട്ട് എനിക്ക് ഇന്ന ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കൈൻഡ് ഓഫ് ഹാർട്ട് ഡിസീസ് ഉണ്ടെന്ന് ആരും ചെന്ന് പറയില്ല. ഡോക്ടറെ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ്. പക്ഷേ മാനസികാരോഗ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും എക്സ്പേർട്ടാണ്. അത് മാത്രമല്ല വഴിയിൽ കൂടെ പോകുന്ന ആർക്കും അഭിപ്രായമുള്ളൊരു കാര്യമാണ് മാനസികാരോഗ്യം. ഇപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം വരുന്ന ഡോക്ടറെ എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, ഏറ്റവും കൂടുതൽ എനിക്ക് OCD ഉണ്ട്, എനിക്ക് OCD ആണ്, എനിക്ക് ട്രോമയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട് ചിരിച്ചു തള്ളുന്നൊരു പോയിന്റ് ആയിപ്പോയി. കാരണം ട്രോമ എന്താണെന്ന് പോലും ചെറിയ കുട്ടികൾ പറയാണ് എനിക്ക് ട്രോമയാണ്, എന്താണ് അമ്മ എന്നല്ല തല്ലി ട്രോമയാണ്. അപ്പോൾ അങ്ങനെയല്ല, ട്രോമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഈ വേർഡ് ട്രോമ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, സ്ട്രെസ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് നമ്മളുടെ ചിന്തകളുടെ ഒരു ലിമിറ്റ് വിട്ടൊരു സ്പീഡ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ആ ഒരു രീതിയിൽ ഒരു കോണ്ടെക്സ്റ്റിൽ വിചാരിക്കുകയാണെങ്കിൽ സ്ട്രെസ്സും ഡിസ്ട്രെസ്സും ഉണ്ട്. സ്ട്രെസ് ഇസ് എ ഗുഡ് സ്ട്രെസ്. അതായത് എനിക്ക് എക്സാം ഉണ്ട്, അതിൻ്റെ സ്ട്രെസ്സ് കാരണം ഞാൻ നന്നായി പഠിക്കുന്നു, അതൊരു സ്ട്രെസ് ആണ്. പക്ഷേ അതേ എക്സാം കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സൈഡായി, അതാണ് ഡിസ്ട്രെസ്. അപ്പം
ഒരു ഡിസ്ട്രെസ് വളരെ ഡെപ്തിൽ ഉണ്ടാവുകയും അതിനെ സോൾവ് ചെയ്യാതെ അവിടെ കിടക്കുമ്പോൾ അത് പിന്നീടുള്ള നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെയും ഇവൻസിനെയും അത് നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രോമ എന്ന് മനസ്സിലാക്കാം. തെറാപ്പിയിൽ വരുമ്പം ആ ട്രോമയുടെ വഴി നമ്മൾ പോയി ആ ഡിസ്ട്രെസ് എവിടെയാണോ സംഭവിച്ചത്, എന്താണോ സംഭവിച്ചത് അവിടെ ചെല്ലുക, അതിനെ നമ്മൾ സോൾവ് ചെയ്യുക, ആരോഗ്യപരമായി സോൾവ് ചെയ്യുക, തിരിച്ചു വരിക. ഇതാണ് തെറാപ്പി. പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം വളരെ കുറവായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്നതൊക്കെയാണ്, എനിക്കൊരു പക്ഷേ ഇതായിരിക്കാം, അപ്പോൾ എനിക്ക് ഹെൽപ്പിന് പോകണം. ഒരു ബോധവൽക്കരണം സംഭവിക്കുകയും അത് കാരണം നമ്മളൊരു കൺസൾട്ടേഷന് പോയി അതിൻ്റെ പരിഹാരം ചെയ്യുന്നിടത്തോളം അത് നല്ലതാണ്. അതല്ലാതെ നമ്മൾ സ്വയം ഡോക്ടറായി മാറുന്നിടത്തോളം അത് അവനവനും സമൂഹത്തിനും അതൊരു ഉപദ്രവമാണ്. ഡോക്ടർ ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. അതെ. ആരോഗ്യരംഗത്ത് ഹിപ്നോ തെറാപ്പി എന്നൊക്കെ പറയുന്നത് താരതമ്യേന ഒരു പുതിയ ടേമാണ്. എന്താണ് ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞത്? ഹിപ്നോസിസ് എന്ന് പറയുന്ന വാക്ക് ഇപ്പം എല്ലാവരും ഞാൻ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഇനി മുഖത്ത് നോക്കാൻ പറ്റില്ല, മനസ്സിലുള്ളതൊക്കെ പുറത്ത് പറയും. ഇത് മെന്റലിസവും ഹിപ്നോ തെറാപ്പിയും തമ്മിൽ എന്താണ് ബന്ധം? മെന്റലിസം ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഇസ് എൻ ആർട്ട് ഫോം. ഒരു സ്റ്റേജ് ആർട്ടായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരുപാട് ഘടകങ്ങളിൽ ഒരുപാട് ടൂൾസിൽ ഒന്നാണ് ഹിപ്നോസിസ്. അതായത് ഒരാളുടെ ബോധമനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലോട്ട് അയാളെ കൊണ്ടുപോവുക. അപ്പോൾ ഒരു സ്റ്റേജ് ആർട്ടായിട്ട് യൂസ് ചെയ്യുമ്പം അത് എൻ്റർടൈൻമെൻ്റ് ആണ്, കുഴപ്പമില്ല. ഒരാളുടെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങി ചെന്ന് ആ പ്രോസസ്സിനെ ഹിപ്നോസിസ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ആ ആളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനോ രോഗാവസ്ഥയെ മാറ്റാനോ വേണ്ടി സഹായിക്കുമ്പോഴാണ് അതിനെ തെറാപ്പി ത്രൂ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, പെട്ടെന്ന് തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പം നമുക്കതിൻ്റെ ടെക്നിക്സ് അറിയുമെങ്കിലും ഞാൻ അതിനെ എൻ്റർടൈൻ ചെയ്യാറില്ല. ബിക്കോസ് ഞാനതൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ടല്ല, ഒരു ചികിത്സാ രീതിയായിട്ടാണ് അതിനെ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും, നമ്മളുടെ ബോധമനസ്സ് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ആയിരിക്കണം എന്നില്ല നമ്മളുടെ ആക്ച്വലി ഉള്ള പ്രശ്നം. ഇപ്പം പറയുകയാണ്, എനിക്ക് കാരണമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണമൊന്നുമില്ല എന്നുള്ളത് എൻ്റെ ബോധമനസ്സിന് കാരണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കാരണം ഉപബോധ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ അവരെ സഹായിക്കുകയാണ് ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലോട്ട് കണക്ട് ചെയ്ത് അവിടെ ഉത്തരം കണ്ടെത്തി, നേരത്തെ പറഞ്ഞ പോലെ ട്രോമ, അതിനെ എന്താണോ അവിടെ സംഭവിച്ചത്, ആ പേടി എവിടെ നിന്നാണോ വരുന്നത് അതിനെ അവിടെ പരിഹരിച്ച് തിരിച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ബോധ മനസ്സിലോട്ട് വരുമ്പോൾ നേരത്തെ വന്നൊരു റെഫറൻസ് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഉപബോധ മനസ്സിൽ അത് കിടന്നുകൊണ്ട് ആർക്കെന്താ ബുദ്ധിമുട്ട്? ഇപ്പോൾ എന്നെ ഒരു വയസ്സിൽ ഒരു പട്ടി കടിച്ചു എന്ന് വിചാരിക്കുക, എനിക്കത് ഓർമ്മയില്ല, അതിൻ്റെ മാർക്കൊന്നുമില്ല, എൻ്റെ ചുറ്റുമുള്ള ആരും എന്നെ അടുത്ത് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എൻ്റെ 5-ാമത്തെ വയസ്സിലോ 8-ാമത്തെ വയസ്സിലോ ആണ് പിന്നീട് ഞാനൊരു പട്ടിയെ കാണുന്നത്. ഒരു പട്ടിയുടെ കുര കേട്ടാലോ ഒരു പട്ടിയുടെ പ്രസൻസ്, ഇത് പട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ഞാൻ ഓടും. അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എൻ്റെ ശരീരം വിറയ്ക്കാനും ശ്വാസം മുട്ടാനും ഒക്കെ തുടങ്ങും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സിൽ അനുഭവിച്ച ആ വേദനയുടെ റെഫറൻസ് അവിടെ സ്റ്റോർഡാണ്. ഈ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. അതവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോധ മനസ്സിന് പിന്നീട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഏതൊരു കാര്യം, എല്ലാ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഈ റെഫറൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹിപ്നോതെറാപ്പി യൂസ് ചെയ്യുന്നത് ഈ റെഫറൻസിൽ പോയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ബോധമനസ്സിനറിയാം. പക്ഷേ അത് അവർക്കൊരു പ്ലഷറബിൾ ആയിട്ടുള്ള സന്തോഷം തരുന്ന, ഒരു സുഖം തരുന്ന, ഒരു ആശ്വാസം തരുന്ന ഏതെങ്കിലും ഒരു നിമിഷം തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പ്ലഷറായിട്ട് ഇവിടെ റെഫറൻസ് വെച്ചിട്ട് ഉണ്ട്. അതുള്ളിടത്തോളം കാലം എൻ്റെ കൈ സിഗരറ്റിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ റെഫറൻസ് അവിടെ മാറ്റുന്നതിലൂടെ ഒരുപാട് അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളുടെയും, ഇപ്പോൾ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ, ഒരുപാട് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരടുത്തും അതിൻ്റെ കാരണം ഒട്ടുമിക്ക സമയത്തും ഉപബോധ മനസ്സിലുള്ള ഏതെങ്കിലും അഡ്രസ്സ് ചെയ്യാത്ത കുറേ നാൾ കഴിഞ്ഞൊരു സ്ട്രെസ് ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് അസിഡിറ്റി നിൽക്കുന്നില്ല, എപ്പോഴും ഉണ്ട്, എത്ര മരുന്ന് കഴിച്ചാലും അസിഡിറ്റി, അവരുടെ മെയിൻ റീസൺ അവരുടെ സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പരിധി വരെ അതിനെ തന്നെത്താൻ സോൾവ് ചെയ്യാനും ഒക്കെ എല്ലാം ശ്രമിക്കും. കുറച്ച് കഴിയുമ്പം ഒരു പോയിന്റ് കഴിയുമ്പം ദേഷ്യത്തിലൂടെയും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആങ്സൈറ്റിയിലൂടെയൊക്കെ നമ്മളെ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതിനെ നേരിടണം. നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായിട്ട് ശരീരത്തിന് നമുക്ക് കൊടുക്കും. അപ്പോൾ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ മാറിയും തിരിഞ്ഞും അസുഖങ്ങൾ വരുന്നത്. ഏറ്റവും കൂടുതൽ കൈകാല് വേദന പെട്ടെന്ന് കാണുന്നത് നമ്മുടെ വീട്ടിലെ അമ്മമാർക്കാണ്. അത് അവരുടെ ഓവർ യൂസ് ഓഫ് ജോയിൻസ് കൊണ്ട് മാത്രമല്ല, അവരുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇറങ്ങി പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആ ഇമോഷൻ
ഇമോഷൻസ് വീണ്ടും പിന്നീട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൈവേദന, കാലുവേദന, നീര്, വാദം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവരാദ്യം നമ്മുടെ അടുത്ത് വരുന്നത് തൈലത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ സംസാരിച്ച് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു 7 ദിവസം 14 ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറുന്നില്ല എന്ന് പറയുമ്പം കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. സംസാരിച്ച് വരുമ്പം ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം, ഇന്നലെ കുഴപ്പമില്ലായിരുന്നു ഡോക്ടറെ, പക്ഷേ എനിക്ക് 2 ദിവസമായിട്ട് വയ്യ, അതെന്ത് പറ്റി? അപ്പം ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. സ്ട്രെസ്സ് കൂടി, വേദന കൂടി. സ്ട്രെസ്സ് കൂടുന്തോറും ഇൻഫ്ലമേഷൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ അത് പെട്ടെന്ന് കൂടും. നമ്മുടെ ശാരീരികമായിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾ പോലും മനസ്സിൻ്റെ റിസോൾവ് ചെയ്യപ്പെടാത്ത സ്ട്രെസ്സിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് അതിൻ്റെ കാരണം ഒട്ടുമിക്ക കേസിലും ഉപബോധ മനസ്സിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഉത്തരങ്ങളൊക്കെ ഉള്ളൊരു കലവറയാണ് നമ്മുടെ ഉപബോധ മനസ്സ്. അതിനെ ആക്സസ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹിപ്നോതെറാപ്പി. ഓക്കെ, എന്തായാലും ഈ ലോക വനിതാ ദിനത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്ന് പറയുന്ന വിഷയത്തിൽ, ആ വിഷയത്തിലല്ല മറ്റു പല വിഷയങ്ങളെ പറ്റിയും അതിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. എന്തായാലും അങ്കണത്തിലെ ശ്രോതാക്കളോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദി. നമസ്കാരം. ആയുർവേദ വിദഗ്ധയും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ തസ്നീം നിസാറുമായി നിഷാമോൾ പി മോഹനൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.